ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഞാൻ ചെയ്ത ഒരു ഹാൻഡ് മെയ്ഡ് ജേർണൽ നോക്കാം. ഇത് ഞാൻ 2022 ചെയ്ത ഹാൻഡ് മെയ്ഡ് ജേർണലാണ്. അപ്പോൾ ഫസ്റ്റത്തെ പേജസിൽ കുറച്ച് ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഓരോ പേജും ഓരോ തീം വെച്ചിട്ടാണ്. ഇതൊരു ട്രാവൽ തീമുള്ള പേജാണ്. ഇനി അടുത്തത് ഒരു പിങ്ക് തീമുള്ള ജേർണലാണ് ചെയ്തത്. ഫുള്ളായിട്ട് ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സാണ്. ഇതൊരു വിൻറ്റേജ് ആണ്. ഈ പേജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, വിൻറ്റേജ് തീമാണ്. ഇനിയുള്ള ഈ പേജ് എന്ന് പറയുമ്പോൾ ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു ദിവസം ഞാൻ ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും അതിലുണ്ട്. പിന്നെ വരുന്നത് സെപ്റ്റംബർ മന്തിൻ്റെ ഒരു സിമ്പിൾ ഒരു പേജ്. പിന്നെ ഒരു ബ്ലൂ ജേർണൽ. ഇതൊക്കെ സിമ്പിളായിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ചെയ്ത പേജസാണ്. പിന്നെ ഒരു റെയിൻബോ തീമിൽ ഉള്ളൊരു ജേർണൽ പേജ് ചെയ്തു. പിന്നെ ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് അതേപോലെ ചെയ്ത ഒരു പേജാണ്. അപ്പോൾ ഇനിയും അതിൽ കുറച്ച് പേജസൊക്കെ ബാക്കിയുണ്ട്. ഇത് ഹാൻഡ് മെയ്ഡ് ജേർണലാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ഈ സ്ട്രാപ്പൊക്കെ മാസ്കിൻ്റെ കവർ വെച്ചിട്ടൊക്കെ ചെയ്ത ഒരു ഈസി ആയിട്ടുള്ള ജേർണലാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ കുറേ മുന്നേ ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് വീഡിയോ. അത് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ പിൻ ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിൽ ഈ ലാസ്റ്റത്തെ ഒരു പേജ് ഞാൻ ചെയ്യുന്നൊരു ഷോർട്ട് വീഡിയോ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ അടുത്തായിട്ട് വാങ്ങിച്ച ഒരു ഡയറിയാണ്, ഒരു പോക്കറ്റ് ബുക്കൊക്കെ പറയാം. അപ്പോൾ ഞാനതിനൊരു ജേർണലാക്കി മാറ്റി. അപ്പോൾ അതിൽ ഞാനൊരു ഫസ്റ്റ് പേജ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായി. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും അതിൻ്റെ വീഡിയോ കിട്ടുകയാണെങ്കിൽ കാണിക്കാം. പിന്നെ ഞാൻ ചെയ്തത് ഒരു യെല്ലോ തീമിലുള്ള പേജാണ്. അതിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാഷി ടേപ്പ് എല്ലാം ഹാൻഡ് മെയ്ഡാണ്. ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് വരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊരു തിക്കായിട്ടുള്ളൊരു വലിയ ഒരു വാഷി ടേപ്പാണ് കൊടുത്തത്. പിന്നെ അതിൻ്റെ മേലെ ഒരു സ്റ്റിക്കി നോട്ടൊക്കെ ഒട്ടിച്ച്, പ്രത്യേകിച്ചൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്താൽ വൈറ്റ് ഷീറ്റൊന്ന് ഫില്ലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കംപ്ലീറ്റായിട്ട് സ്റ്റിക്കി നോട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഒരു കോർണറിൽ കൊടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അതിൻ്റെ ശേഷം എൻ്റെ അടുത്തുള്ള ഒരു വാഷി ടേപ്പ്, ഇത് ഞാൻ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാഷി ടേപ്പാണ്. അങ്ങനെ ആ വാഷി ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് സ്റ്റിക്കർ ഷീറ്റിൽ കുറച്ച് പിക്ചേഴ്സ് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. സ്റ്റിക്കർ ഷീറ്റിൽ പ്രിൻ്റ് എടുക്കാൻ അതുമാത്രം എമൗണ്ട് ഒന്നും ആവില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ A4 ഷീറ്റിൽ കൊടുത്തിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്താലും മതി. അങ്ങനെ കുറച്ച് കാർട്ടൂൺസും അങ്ങനെ എല്ലാം പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒട്ടിച്ചു കൊടുക്കാനാണ്. ആ പ്രിൻറ്റിൽ വരുന്ന ഒരു ലേഡിയുടെ പിക്ചറാണിത്. അപ്പോൾ സ്റ്റിക്കർ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടിക്കാൻ നല്ല ഈസി ആയിരുന്നു. വേഗം എടുത്തു, ഒട്ടിച്ചു. അപ്പോൾ അത് നമ്മുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അത് ഞാൻ കട്ട് ചെയ്തെടുത്തു, വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ യെല്ലോ തീമിലുള്ള ആ ഒരു പേജ് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഇതാണ് പിങ്ക് തീമിൽ ഞാൻ ചെയ്തത്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇത് എൻ്റെ അടുത്തുള്ള കുറച്ച് പേപ്പേഴ്സെല്ലാം വെച്ച് ഞാൻ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഫൈനൽ റിസൾട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്ന കുറച്ച് വേസ്റ്റ് പേപ്പേഴ്സെല്ലാം വെച്ചിട്ടും പിന്നെ കുറച്ച് ഗിഫ്റ്റ് റാപ്സും പിന്നെ ഈ പറഞ്ഞ പോലെ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത സ്റ്റിക്കേഴ്സും എല്ലാം കൂടെ വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒരു പേജ് ഉണ്ടാക്കി നോക്കി. അപ്പോൾ അതിൻ്റെ മേലെ എന്തെങ്കിലും ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു കോട്ട് ഞാൻ തിക്ക് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു പേജ് ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഞാൻ ഈ ഒരു പേജിനായിട്ട് കുറച്ച് മാച്ച് ആവുന്ന രീതിയിൽ ബ്രൗൺ ഷെയ്ഡോ അങ്ങനെ വിൻറ്റേജ് ഷെയ്ഡോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രൗൺ ഷെയ്ഡിലും അതിൻ്റെ റിലേറ്റഡ് കളേഴ്സിലൊക്കെ എൻ്റെ അടുത്ത് വരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സും കുറച്ച് പേപ്പേഴ്സും വാഷി ടേപ്പൊക്കെ എടുത്ത് ഒരു തട്ടിക്കൂട്ട് പരിപാടിയിൽ ഒപ്പിച്ചതാണ്. എനിക്ക് വലിയ ബോറായിട്ട് തോന്നിയില്ല, കുഴപ്പമില്ല എന്ന് തോന്നി. അപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ അടുത്തുള്ള എന്തെങ്കിലും പേപ്പേഴ്സിനൊക്കെ ഓരോന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇപ്പോൾ ഈ സ്റ്റിക്ക് ചെയ്ത ഫ്ലവർ, അത് ഞാൻ ഒറിജിനൽ ഫ്ലവർ തന്നെ ഡ്രൈ ആക്കി ബുക്കിൻ്റെ ഇടയിൽ വെച്ച് ഡ്രൈ ആക്കി അത് സെല്ലോ ടേപ്പിൻ്റെ ഉള്ളിൽ സ്റ്റിക്ക് ചെയ്ത് നല്ല സേഫാക്കി വെച്ചതാണ്. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, എന്നാൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് അതുപോലെ ഒരു ബ്ലൂ തീമിലൊരു പേജ് ചെയ്തതാണ്. ഇത് ഞാൻ പണ്ട് ഒരു 1 ഇയർ മുന്നേ ചെയ്ത ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അത് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ പേജിൽ ആഡ് ചെയ്തു. അതാണെങ്കിൽ അപ്പോൾ മിസ്സായി പോവുകയില്ല, നമുക്ക് ഈ ജേർണലിൽ എപ്പോഴും അത് കാണുകയും ചെയ്യാം.
അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ട് മാച്ച് ആവുന്ന കുറച്ച് കളേഴ്സുള്ള സംഭവങ്ങൾ, ഒരു വാഷി ടേപ്പ്, പിന്നെ 2-3 ഫ്ലവർ കട്ടിങ്സൊക്കെ നിങ്ങൾക്ക് വരുന്ന ന്യൂസ് പേപ്പറിന്നോ എവിടുന്നെങ്കിലുമൊക്കെ വേസ്റ്റ് പേപ്പേഴ്സിന്നൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് കാണുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചാൽ മതി. അങ്ങനെ എടുത്തു വെച്ചതാണ്. അങ്ങനെ ആ ഒരു പേജ് കംപ്ലീറ്റായി. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഈ പാറ്റേൺ പേപ്പറൊക്കെ ഞാൻ ചെയ്തതാണ്. നിങ്ങൾക്കും ഈസി ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. പിന്നെ അതിൻ്റെ ശേഷം അങ്ങനെ ഒരു ബ്ലൂ കളർ തീം അവിടെ വൈറ്റ് ഷീറ്റ് ഫില്ലാക്കാൻ വേണ്ടി ഒട്ടിച്ചു കൊടുത്തു. അതിന് ശേഷം എൻ്റെ അടുത്തുള്ളൊരു വാഷി ടേപ്പും ഇതുപോലെ ഈ പറഞ്ഞ പോലെ ഒരു പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഒരു സ്റ്റിക്കറും ഒട്ടിച്ചു കൊടുത്തു. അത് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തു. പിന്നെ നമ്മളതിൻ്റെ സൈഡിൽ കുറച്ച് ബ്ലാങ്ക് സ്പേസ് കണ്ടപ്പോൾ അത് ഫില്ലാക്കാൻ വേണ്ടി എൻ്റെ അടുത്തുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ തട്ടിക്കൂട്ടി, ഗ്ലിറ്റർ പേപ്പറൊന്നും അതിലേക്ക് മാച്ച് ആവുന്നില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷേ ആ സ്പേസ് ഫില്ലാക്കാനുള്ള എൻ്റെ അടുത്ത് വേറെ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് പിന്നെ കുറച്ച് ഹൈലൈറ്റ് ചെയ്തു ഫ്ലവേഴ്സ് എല്ലാം. അങ്ങനെ ആ പേജും കംപ്ലീറ്റ് ആക്കി. പിന്നെ ഉള്ളതൊരു തട്ടിക്കൂട്ട് വേറൊരു പേജാണ്. ആദ്യം പാറ്റേൺ പേപ്പർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹാർട്ട് ഷേപ്പ് കുറേ വരച്ചെടുത്തു. അത് പെയിൻറ്റ് ചെയ്തു. പെയിൻറ്റ് ചെയ്യല്ല, കളർ പെന്ന് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്തത്. എന്നിട്ട് ഒരു സ്റ്റിക്കി നോട്ടും അതിൻ്റെ മേലേക്ക് ഈ പാറ്റേൺ പേപ്പറൊക്കെ ഒട്ടിച്ചു കൊടുത്ത് ആ ഒരു പേജ് ഫില്ലാക്കി. പിന്നെ അതിൻ്റെ താഴെയും മുകളിലായിട്ട് വാഷി ടേപ്പ് ഉണ്ട്. അത് നമ്മളെ ഹാൻഡ് മെയ്ഡ് വാഷി ടേപ്പാണ്. അതിൻ്റെ വീഡിയോ ഞാൻ 2 ദിവസം, ഒരു 2 വീക്സ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണാം. ഇത് പിന്നെ എൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങി എന്നെ ഒരു വാഷി ടേപ്പാണ്. അത് സൈഡിൽ ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ അതെല്ലാം ഒട്ടിച്ചു കഴിയുമ്പോഴേക്കും ആ പേജ് ഫില്ലായി. പേജ് എപ്പോഴും ഫില്ലായി നിൽക്കുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയാണ്. പക്ഷേ എന്നിട്ടും എന്തോ ഒരു മിസ്സിങ് പോലെ. ആ പാറ്റേൺ പേപ്പർ മാത്രമേ ആ പേജിൽ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു സ്റ്റിക്കർ പോലെ വരച്ച് അതിൻ്റെ മേലെ സെല്ലോ ടേപ്പ് ചെയ്ത സംഭവം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതെടുത്തിട്ട് ആ പേജിൽ ഒട്ടിച്ചു കൊടുത്തപ്പോൾ കുറച്ച് സ്പേസ് ഫില്ലായി. അങ്ങനെ നിങ്ങളും നിങ്ങളുടെ ജേർണൽ എങ്ങനെയൊക്കെ ഫില്ലാക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ നോക്കി അട്രാക്റ്റീവ് ആക്കാൻ നോക്കുക. എൻ്റേത് അത്ര അടിപൊളിയാണെന്നൊന്നുമല്ല, പക്ഷേ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഞാൻ ഇതിനു മുന്നേ പെയിൻറ്റ് ചെയ്ത ഒരു പിക്ചർ മിസ്സാവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഹാൻഡ് മെയ്ഡ് ജേർണലിൻ്റെ ഒരു പേജാക്കി അതും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.